വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നലെ ഒരേടിയായിട്ട് വളരെ സന്തോഷത്തോടെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് ഹോമോസിനെ തുറക്കുമെന്ന്. അമ്പുനെ വിശ്വസിക്കാൻ പറ്റൂല. ഒരു ദിവസം ഉറക്കം വലതുവശം എണിക്കുവാണെങ്കിൽ മറുദിവസം ഇടതുവശം എണിക്കും. ഒவ்வொரு പ്രാവശ്യം ഒന്നൊന്ന് പറയും. ഇന്ന് ഇറാനിന്റെ മേളിൽ ഗുണ്ടിട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ എന്തൊക്കെ നല്ലത് നടക്കുമെന്ന് വിചാരിച്ചു അതൊക്കെ നടക്കത്തില്ല. എല്ലാം പോയി. കാരണം ഇനി കച്ചായ നേരെ വിലയെ 1.99 അടുത്ത് ചെന്നിരിക്കുന്നു. ബാസ്കറ്റ് അതിന്റെ കാട്ടിൽ കുറച്ച് കൂടുതലായിട്ടിരിക്കും. എണ്ണത്തിന്റെ വില പിന്നെ ഇറങ്ങിയായിരുന്നു. 50 രൂപ ഇറങ്ങിയിരിക്കുന്നു. എന്നാൽ 1730 ഫോർ ക്യാരറ്റ് ഗോൾഡ് 16,016 ആണ്. ഇവരിൽ ഏതൊരു മാറ്റമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് അതിപാതാളത്തിനാണ് ചെന്നിരിക്കുന്നത്. 273 ഇപ്പോൾ സിൽവർ ഇരിക്കുന്നത്. ആക്ച്വലി പറയണമെങ്കിൽ മാർക്കറ്റ് വളരെ ഫ്ലാറ്റ് ആണ്. 20-25 പ്രാവശ്യം പ്ലസ് 2 പ്രാവശ്യം നെഗറ്റീവ് ചെന്നുകൊണ്ട് പോസിറ്റീവ് വന്നിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയെ വെച്ചാണ് കയറ്റിയിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഒന്നുമില്ല എന്ന് അറിയാം. ബോൺസ് കയറാൻ പോകുന്നു. ബോൺസ് കയറിയെങ്കിൽ ബോൺസ് മാർക്കറ്റ് ലോസസ് വരും. കാരണം ബാങ്കിൽ നിന്ന് വലിയ പ്രോഫിറ്റ് വരേണ്ട പോസിബിലിറ്റീസ് കുറവാണ്. ഈ മ്യൂച്വൽ ഫണ്ട്സ് പമ്പ് അടിക്കുന്നു. അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാം. തിരികെ ഇറങ്ങിയിരിക്കുന്നു. 542 ആണ്. അതും തീർച്ചയായും കരയ്ക്കും. 120 ലക്ഷ്യം. അത് നിങ്ങൾ മറക്കണ്ട. 9707 വരയ്ക്കും ചെന്ന് പിന്നെ ഇഷ്ടപ്പെട്ട് ഏറ്റിയിരിക്കുന്നു. പക്ഷെ അത് തിരികെ ഇറങ്ങേണ്ട പോസിബിലിറ്റീസും ഉണ്ട്. ഓട്ടോ ഇൻഡെക്സ് 0.08 ആണ്. IT ഇൻഡെക്സ് 0.4, ഫാർമ ഇൻഡെക്സ് -0.2, FMCG -0.2, മെറ്റൽസ് വന്നിട്ട് +0.6. ടാറ്റ സൺസ് IPO വരുമെന്ന വിശ്വാസത്തിൽ ടാറ്റ കെമിക്കൽസ് 4% ഏറിയിരിക്കുന്നു. ടാറ്റ പവർ പിന്നെ 3% ഏറിയിട്ടുണ്ട്. കർണാടക ബാങ്ക് 2.6% കയറിയിരിക്കുന്നു. രാജ നല്ല റിസൾട്ടാണ്. 2.6 കയറിയിരിക്കുന്നു. ടാറ്റ മോട്ടോർ 2.1, സൈഡ് 1.8, തങ്കമയിൽ 1, വീസ് ലേബിൾസ് ഫൻഫാർമയും ചേർന്ന് താഴെ ഇറങ്ങി 1.31 ഇരിക്കുന്നു. ഈ ഡീസലിന്റെ വില കൂടിയിട്ടുണ്ട്. കാരണം ഡിമാൻഡ് വീക്കായിരിക്കുന്നു. മാത്രമല്ല അത് ഒരുപാട് സ്ഥലങ്ങളിൽ ജനങ്ങൾ ക്യൂയിൽ നിന്നാണ് ഡീസൽ ഇടുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനടുത്ത് ചോദിച്ചോണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ അങ്ങനെയെന്ന്. അപ്പോൾ ഇനി അതുപോലെ ഉണ്ടെങ്കിൽ 145 രൂപയ്ക്ക് ലിറ്റർ ഇടാൻ പറയുന്നു. ഇതുപോലത്തെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തുകൊണ്ട് പുതിയ വാഹനം എടുത്ത് അത് നോർമൽ വണ്ടീനെ ഹയറിനെടുത്ത് ഈ തെളിയിലിട്ട് ചെയ്യുന്നു ജനങ്ങൾ. ട്യൂഷൻ നടക്കുന്നു എന്നാണ് ഒരു കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ പല ബാങ്കുകളിൽ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയുന്നു. ബാങ്കുകളിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ചെറിയ ഈ വില്ലേജ് പോലത്തെ സ്ഥലങ്ങളിൽ അടുത്തിരിക്കുന്ന ബാങ്കുകളിലൊക്കെ ഡീസലില്ല. കാരണം ഡീസലിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. 5 ട്രക്ക് ഇരിക്കുന്ന സ്ഥലത്തിൽ ഒരു ട്രക്ക് റോഡ് സൈഡാണ് നിൽക്കുന്നത്. അവിടെ ഇന്ത്യ ട്രംപിൻ്റെ ഒപ്പീനിയൻ എന്ത് പറയുന്നു എന്നാൽ പ്രൈസിന് ഡബിൾ ആകുമെന്നാണ് തോന്നുന്നത്. ഒന്ന് ഡീസൽ കാരണം കയറുന്നു, ಇನ್ನೊಂದು വന്നിട്ട് ട്രക്ക് ഷോർട്ടേജ് കാരണം കയറുന്നു. പക്കത്തിലെ എല്ലാ കാശും ഇപ്പം കയറുന്നു. FMCG കോസ്റ്റ് കയറുന്നു. എന്ത് പറയുന്നു എന്നാൽ സദൻ ഇറാനിൽ ഞങ്ങൾ ഗുണ്ടിട്ടു. വിളിച്ചപ്പം സെൽഫ് ഡിഫൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറാൻ എന്ത് പറയുന്നത് വെച്ചാൽ അവരെ നിങ്ങളെ വേൾഡിൽ ഗുണ്ടിട്ടു, വിശ്വസിക്കാൻ പറ്റില്ല അവരെ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് ഇറാൻ പറയാൻ പോകുന്നു. അബ്രഹാം പിന്നെ കാറിൽ കൈയെഴുത്തിടാൻ പറഞ്ഞു. നമ്മളടുത്ത് വിശ്വാസമായിട്ടിരിക്കുന്ന പാകിസ്ഥാൻ കൂടെ അബ്രഹാം കാട്ടിയതിൽ കൈയെഴുത്തിട്ടില്ല. അതേസമയം സി ജിൻപിങ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ സി ജിൻപിങ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനെ കുറിച്ച് ഒരു നല്ല പ്രാണിയാണ് അത് എന്ന് പറഞ്ഞാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സൈഡും ആ സൈഡും നോക്കണം. പാകിസ്ഥാൻ്റെ 2 പേരും സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. അവർ അമേരിക്ക പറയുന്നതിനെ ചെയ്യൂല എന്ന് പറഞ്ഞാലും അവർ റാമ്പർ ചെയ്താണ് വയ്ക്കുന്നത്. ട്രംപ് ചെയ്താലും അത് അവർ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. ഒന്നും ചെയ്തിരിയാൻ നോക്കുന്നില്ല. ഇവിടെയും വന്നായിരുന്നു മാക്കൂദ്യം എന്ത് പറഞ്ഞിട്ട് പോകുന്നു എന്നാൽ അതൊരു 500 മില്യൺ വാങ്ങും. അത് വാങ്ങൂല എന്ന് ജയശങ്കറും പറഞ്ഞില്ല, അമ്മയാരും പറഞ്ഞില്ല. അല്ലാതെ രൂപ സെഞ്ചുറി അടിക്കാൻ പോകുന്നു. എന്താണ് അമേരിക്കൻ ഗുഡ്സ് നിങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം എന്തായെന്ന് വെച്ചാൽ നമ്മുടെ തേർഡിൽ നിന്ന് 6th ലാർജസ്റ്റ് എക്കോണമിയാക്കി മാറിയിരിക്കുന്നു. തായ്വാൻ കൂടെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നു. അന്തമാൻ നിക്കോബാർ സൈസിലിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പിനെക്കാട്ടിലും കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ നമ്പർ 6 ചെന്നിരിക്കുന്നു. നിങ്ങൾ എന്ത് തന്നെ പമ്പടിച്ചാലും ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അമ്മയാർ എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യൻ എക്കോണമി സ്ട്രോങ് ആയിരിക്കുന്നു, റിസൈലൻ്റ് ആയിരിക്കുന്നു, ഒന്നും ആകൂല എന്ന് പറയുന്നു.
ഞാൻ അമ്മയുടെ തന്നെ ഗോൾഡ് വാങ്ങരുതെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ കൺസംഷൻ എന്താണെന്ന് കുറയ്ക്കണമെന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ അതുവല്ലാതെ ഇവരൊന്ന് പറയുന്നു, ഇവരെ ഈഡർ ഒന്ന് പറയും, അതിനെയും കുറിച്ച് ചോദിച്ചായിരുന്നു. അതിനൊരു ഉത്തരമില്ല. ഏത് സത്യമെന്ന് പറഞ്ഞ് നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഗവൺമെന്റ് എന്ത് പറയുന്നു എന്നാൽ വെള്ളക്കാരന് തിരികെ വിളിച്ചുകൊണ്ട് വാർ, DCG SCCGയും ഷോർട്ട് ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിനെയും ഇത് പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത്. കാരണം സബ്സിഡി 3 ലക്ഷം കോടിക്ക് മുകളിൽ പോകുമെന്ന് പറയുന്നു. ആർഗ് ഈ പഠിച്ച പാക്കറ്റ് ഈ സൈഡ് പോകുമെന്ന് പറയുന്നു. അതിൻ്റെ ശേഷം ഇന്ത്യ ഇതിന് എന്ത് പറയുന്നു എന്നാൽ അർജൻസ് ഇടുന്നൊക്കെ വളരെ പ്രശ്നമായിരിക്കുന്നു. കാരണമാണ് സെയിൽസ് ഇരുന്നാലും വാർ കാരണം മാർജിൻ പ്രഷർ വന്നിരിക്കുന്നു. കോസ്റ്റ് ഞങ്ങൾ കയറ്റി ആവണമെന്നാണ് പറയുന്നത്. പ്രൈവറ്റ് ബാങ്ക്സ് വന്ന് പബ്ലിക് സെക്ടർ ബാങ്കിന് ഔട്ട് പെർഫോം ചെയ്യും. 2 കാരണമാണ് അതിന്. ഒന്ന്, പബ്ലിക് സെക്ടർ ബാങ്ക് അവിടെ നിറയെ ബോണ്ട് വച്ചിരിക്കുന്നു. ബാക്ക് ടു മാർക്കറ്റ് ലോസ് കൂടുതലായിരിക്കും. അത് കാരണം റീറ്റെയിലാണ് ബിസിനസ് നടക്കുന്നു. പബ്ലിക് സെക്ടർ ബാങ്കിന് അത്രയും ദൂരം നെറ്റ്വർക്ക് ഒന്നുമില്ല. അവരുടെ അടുത്ത് മുമ്പേ പറഞ്ഞായിരുന്നു, ഇന്ത്യയിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റണം, അതുകൊണ്ട് 9% ഇൻട്രസ്റ്റ് റേറ്റ് ആക്കണമെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിനും ചെയ്തായിരുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുന്നു. വർഷത്തെ ഈൽഡ് അമേരിക്കയ്ക്ക് 4.5 ആണ്. ഹെഡ്ജിങ് കോസ്റ്റ്, ഹെഡ്ജിങ് എന്ന് പറയുമ്പോൾ വീക്ക് അഗൈൻസ്റ്റ് റേറ്റ് ഒരാൾ കളക്ട് ചെയ്യുന്ന കാശ് ദൂരം കാശുകളെ കൊണ്ട് ഇടുന്നവർക്ക് 1% ലാഭം വേണോ അല്ലേ? അത് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എന്ന് പറയുവാണെങ്കിൽ തന്നെ വെളിനാട്ടുകാരർ വരും. ഈ റൈസിങ് കമേഴ്ഷ്യൽ ഡെപ്പോസിറ്റ് ഇരിക്കുന്നല്ലേ, ബൾക്കായിട്ട് ഡെപ്പോസിറ്റ് ഇടുന്ന ആൾക്കാർ, അതായത് FD, അവർക്കും അതിനെ വിശ്വസിച്ചാണ് ബാങ്കൊക്കെ ഇപ്പോൾ ഇരിക്കുന്നത്. എങ്ങനെയാണ് ഡെപ്പോസിറ്റ് കോസ്റ്റ് ഹയർ ആകുന്നത് എന്ന് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗോൾഡ് ETF ലോകം ഫുള്ളാ വെളിയിൽ പൊയ്ക്കൊണ്ടാണ് ഇരിക്കുന്നത്. $2.7 ബില്യൺ വന്നിട്ട് ഒരാഴ്ചയ്ക്ക് വെളിയിൽ എടുത്തുകൊണ്ട് പോകുന്നു. സോ ഇപ്പോൾ അമേരിക്ക പോലത്തെ സ്ഥലങ്ങളിൽ ഇത് കാരണം സേഫായിട്ട് കളിച്ചുകൊണ്ടിരിക്കും. ഇന്നും ഒരു സംശയത്തിന് അവർ ജനറേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നിങ്ങളെ കാര്യമാണ്. ഗോൾഡിൽ ഇരിക്കുവാണെങ്കിൽ കാശ് ലാക്കായിരിക്കും. മുകളിൽ നിൽക്കുക എന്താണ് വഴിയെന്ന് നോക്കും. അമർ രാജ എനർജി വന്ന് 25% പ്രോഫിറ്റ് കയറിയിരിക്കുന്നു. 100 രൂപ ലാഭം വന്നാൽ 195 രൂപ ഇരിക്കുന്നു. 5 രൂപ 20 പൈസ ഡിവിഡൻഡ് തരുന്നു. കാസ്റ്റോട്ട് വെച്ചിരിക്കുന്നു. അവർ ഡിവിഡൻഡ് വാങ്ങിയെടുക്കേണ്ടത് തന്നെ. ടൈറ്റിനെ കുറിച്ച് അശോക് ചാവല ഒരു വലിയ ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നു, മിന്തിൽ വന്നിട്ടുണ്ട്. എല്ലാം അത് നോക്കണം. JP മോർഗനൊക്കെ എന്ത് പറയുന്നു എന്നാൽ 89 ആണ് ഒരേ കമ്പനി ഗോൾഡൻ കോമ്പൗണ്ടായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ 6 തീയതിന് ശേഷം കൂടെ നല്ല റിസൾട്ട് കൊടുത്തിട്ടും കൂടെ 10% കറപ്റ്റായി എന്നാണ് പറയുന്നത് ടൈറ്റൻ. അത് വലിയ വൈരസൂചി എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് പറയാം. ടൈറ്റൻ്റെ മെയിൻ ബിസിനസ് വന്ന് റെവലറിയിൽ നിന്നാണ് വരുന്നത്, ഇൻക്ലൂഡിങ് കാരറ്റ് ലൈൻ. നിയർലി 80 to 90% ഓഫ് ദി ബിസിനസ്സാണ്. ഇതിലൊക്കെ വാച്ചസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കുന്നു, വെരി പ്രോഫിറ്റബിൾ ആയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ലേഡീസ് ബാങ്ക് ആൻഡ് തനേരയും വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയില്ല. I10 I+ കണ്ണാടിയിൽ അവരൊരു സിഗ്നിഫിക്കൻറ്റ് പ്ലെയർ ആയിരുന്നു. നിസ്കാർ ചെയ്തത് ഇവർ മുമ്പേ ചെയ്തിരിക്കണമെന്ന് ഇവർ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഇരുന്നും മറ്റ് ബിസിനസ്സൊക്കെ വാച്ചസ്, സെൻറ്റ്, പിന്നെ ഫാസ്റ്റ് ട്രാക്ക് ബ്രാൻഡ് ഇരിക്കുന്ന കാരണം മറ്റ് കമ്പനീസ് കമ്പയർ ചെയ്യുമ്പം ഇതൊക്കെ ഒരു ഡിഫൻസീവ് ഹെഡ്ജ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നു. പെട്ടെന്ന് റീബൗണ്ട് ആകുമെന്ന് പറയുന്നു. ജുവലറി വന്നിട്ട് 3 മില്യണും 3.5 ബില്യണൊക്കെ ആദ്യമായിട്ട് വാങ്ങിയിരിക്കുന്നു. വാച്ചിൽ 16 മില്യൺ കസ്റ്റമേഴ്സ് ഇരിക്കുന്നു. ഈ വാച്ചിൽ വരുന്ന കസ്റ്റമേഴ്സൊക്കെ പതിയെ ജുവലറിയുടെ അകത്ത് പോകും. ലോ ആൻഡ് മിനിമൽ ജുവലറിക്കാണ് പോകുന്നത്. വെറുതെ ചാമിനാകുമ്പോൾ പേട്ടി കൊടുത്തിരിക്കുന്നു. ടാറ്റാ സൺസിൽ എന്താണ് സംസാരിക്കുന്നു എന്നാൽ ലാസൊക്കെ കയറുന്നല്ലേ ചന്ദ്രശേഖർ, ഇതിന് എന്താണ് ഉത്തരം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് അവരെന്താണ് ഉത്തരം പറയുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് നോക്കാം. DC ഇപ്പോൾ എന്ത് ചെയ്തു എന്നാൽ രാവിലെ നമ്മൾ കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കാതെ പോകുന്നു. കാരണം ഇതൊക്കെ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് അവർ സ്മൂതി ഒന്ന് റെഡി ചെയ്യുന്നു. നിങ്ങൾ ബോട്ടലിന് വാങ്ങി പോയി കുടിച്ചുകൊണ്ട് പോവാം. അവർ ഐഡിയയിൽ അവർ ഇറങ്ങിയിരിക്കുന്നു. അവസാനത്തെ ദിവസം ITC കൺസിഡർ ചെയ്യേണ്ടത് കെട്രോ ബോണസ് കിട്ടും. രൂപ ഡിവിഡൻഡ് പേയ്മെൻറ്റ് വരണമെങ്കിൽ നാളെയാണ് റെക്കോർഡ് ഡേറ്റ്. നാളെ രജിസ്റ്ററിൽ ഇല്ലെങ്കിൽ അത് വരത്തില്ല. ജൂലൈ 24 ജൂലൈ 30 8 പേയ്മെൻറ്റ് വരും. പ്രോ വന്നിട്ട് 15,000 കോടി ബൈബാക്ക്. പ്രൈസിലിരുന്ന് 23% ഹയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. പിന്നെ HCL ടെക് എന്ത് പറയുന്നു എന്നാൽ പ്രകാശ് സിസ്റ്റത്തിനോട് ചേർന്ന് ചെയ്ത് AI മോഡേണൈസേഷൻ കൊണ്ടുവരുന്നു. അതിനുശേഷം സൈഡസ് എന്ത് പറയുന്നു എന്നാൽ മൊക്കോളജിയും US സ്പെഷ്യലിസ്റ്റ് പ്ലഗ് ബിസിനസ്സിനെയും വലുതാക്കുന്നു. ഇന്ത്യൻ ഫാർമ കമ്പനീസ് വന്ന് US സ്പെഷ്യാലിറ്റി മെഡിസിൻ വിൽക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എലയാസ് ജോർജ് എന്ന ആൾ
ഫെഡറൽ ബാങ്കിൻ്റെ പാർട്ട് ടൈം ചെയർമാനായിട്ട് അപ്പോയിൻ്റ് ആകുന്നു. യോഗത്തിൽ തന്നെ ഷെയർ ഹോൾഡർ വാല്യുവേഷനിൽ VS മോട്ടോറാണ് ആദ്യത്തെ സ്ഥലത്തിലിരിക്കുന്നു. അയാർ ഓട്ടോ കോമൺ ഫണ്ട്സ് ഒക്കെ എന്ത് പറയുന്നു എന്നാൽ ഇൻപുട്ട് കോസ്റ്റൊക്കെ കയറിയിരിക്കുന്നു. ഇത് എക്സ്ട്രാ കാശിനെ പാസ് ഓൺ ചെയ്യാൻ പോകുന്നു. ഇത് കാരണം നിങ്ങളെ കാറിൻ്റെ വിലയൊക്കെ കയറും എന്നാണ് പറയുന്നത്. എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾ തന്നെ 0.4 ഇതിനൊരു ചിപ്പിനെ ചെയ്ത് SMCനെ വെളിയിൽ തള്ളേണ്ട ജോലിയിൽ നോക്കും. 2031 അകത്ത് ഗ്രീൻ കാർഡിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്വന്തം സ്ഥലത്തിൽ ചെന്നാണ് അപ്ലൈ ചെയ്യണം. ഏതെങ്കിലും സ്ഥലത്തിൽ റെജീം പെർമിറ്റ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാമെന്ന് പറയുന്നു. ഇതാണ് മുഖ്യ വാർത്ത. ഉള്ള പട്ടാസ് ലിസ്റ്റിൽ നിങ്ങൾ 1, 2 എന്ന് കൺസിഡർ ചെയ്യാം. അതിൽ കാശ് കിട്ടുന്ന സമയം ബോണ്ട് എടുക്കാം. കാരണം ഇതൊക്കെ താഴെ ഇറങ്ങുമ്പോൾ നമ്മൾ ഇതിനെ നോക്കിയിരിക്കാൻ പറ്റൂല. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.